യുവാക്കൾ മിക്കവരും ജോലി തേടി വിദേശ രാജ്യങ്ങളിലേക്കും അവശേഷിക്കുന്നവർ മറ്റ് സംസ്ഥാനങ്ങളിലെ വൻ നഗരങ്ങളിലേക്കും പോയി കേരളം ഒരു വൃദ്ധസദനമാകുന്നുവെന്ന് സോഷ്യൽ മീഡിയ വിധിയെഴുതിയ സമയത്താണ് ബാംഗ്ലൂരിന് കുടിവെള്ളമില്ലാതെ മുറിവേൽക്കുന്നത്. കുടിക്കാനും കുളിക്കാനും വാഹനം കഴുകാനും വെള്ളമില്ലാതെ വന്നതോടെ ബാംഗ്ലൂരിലെ പല മലയാളി ടെക്കികളും വർക്ക് ഫ്രം ഹോം എടുത്ത് കേരളത്തിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇതാണ് അവസരമെന്ന് തിരിച്ചറിഞ്ഞ വ്യവസായ മന്ത്രി പി രാജീവ് IT കമ്പനികളെ കേരളത്തിലേക്ക് വിളിക്കുകയാണ്. 44 നദികൾ ഉള്ളതുകൊണ്ട് ജലസമൃദ്ധിയും മലിനീകരണമില്ലാത്ത അന്തരീക്ഷവുമാണ് പി രാജീവിന്റെ വാഗ്ദാനം. ഹബീബി കം ടു കേരള എന്ന് മന്ത്രി വിളിക്കുമ്പോൾ അതുതന്നെയാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയവും. ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുന്ന പുതുതലമുറ കമ്പനികളെ വളർന്നുവരുന്ന IT ടെക് കേന്ദ്രമായ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണെന്ന് മന്ത്രി ഫേസ്ബുക്കിലൂടെ പറയുന്നു. IBM പോലുള്ള നിരവധി കമ്പനികൾ കഴിഞ്ഞ കുറച്ചു കാലത്തിനുള്ളിൽ കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുകയും വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് ജില്ലകളിലെ ടെക് പാർക്കുകളിലും മറ്റ് IT കമ്പനികളിലുമായി കഴിഞ്ഞ 5 വർഷത്തിനിടെ മാത്രം 10 ലക്ഷത്തിലധികം പേർക്കാണ് തൊഴിൽ ലഭിച്ചത്. പല പ്രമുഖ കമ്പനികളും കേരളം ലക്ഷ്യസ്ഥാനമായി കാണുന്നുവെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളും വലിയ തുറമുഖങ്ങളും മറ്റടിസ്ഥാന സൗകര്യങ്ങളും എല്ലാമുള്ള കേരളത്തിലേക്ക് കൂടുതൽ കമ്പനികളെ ക്ഷണിക്കുകയാണ്. രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റമുള്ള നാടുകൂടിയാണ് കേരളമെന്ന് മന്ത്രി കുറിക്കുന്നു. മിക്ക മൾട്ടിനാഷണൽ കമ്പനികളും വരും വർഷങ്ങളിൽ നേരിടാൻ പോകുന്ന പ്രതിസന്ധികളിലൊന്നായി കാലാവസ്ഥാ പ്രശ്നങ്ങളെ ഇക്കണോമിക് ടൈംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ കണക്കാക്കുമ്പോൾ കൂടിയാണ് പി രാജീവിന്റെ ഈ ക്ഷണം. ഈ ക്ഷണത്തെ ചില യുവാക്കൾ വളരെ പോസിറ്റീവായി കാണുന്നുവെങ്കിലും ഇതിനെ സംശയത്തോടെ നോക്കിക്കാണുന്നവരുമുണ്ട്. എന്നിട്ടും വീടിനടുത്തുള്ള സൈറ്റിൽ പണിയെടുക്കാൻ അത്യാവശ്യമില്ലാത്തവർക്ക് കേരളം എന്തുകൊണ്ട് ഫസ്റ്റ് ചോയ്സ് അല്ലാതാകുന്നുവെന്ന് ആലോചിക്കണമെന്ന് ശങ്കർദാസ് കെ ചോദിക്കുന്നു. ജനങ്ങളുടെ കുടിവെള്ളവും വായുവും മലിനപ്പെടുത്തുന്ന വ്യവസായങ്ങൾ അനുവദിക്കരുത് സഖാവേ എന്ന് രമേശൻ മുന്നമ്പത്ത് കമന്റ് ഇടുന്നു. ഈ ക്ഷണം ഒരു IT പ്രൊഫഷണൽ എന്ന നിലയിലും നവകേരളം സ്വപ്നം കാണുന്ന മലയാളി എന്ന നിലയിലും പിന്തുണയ്ക്കുന്നുവെന്ന് സുനിൽ കുമാർ KP യും കമന്റ് ഇടുന്നു.